400 രൂപ. അത് കവർ വാരി ചില്ലറ മറത്തരാം. 400 രൂപ. 400 400 രൂപ. 400 രൂപ. അല്ലെങ്കിൽ നിങ്ങൾ ആരെങ്കിലും ഒരു വില പറയും. 300 രൂപ. 300 രൂപ. 300 രൂപ വിളിച്ചിരിക്കണം. 300 രൂപ. 300 300 രൂപ. 350 350 350 ഒരു മല തന്നെയായി 1.5 കിലോ ആയി. 350 350 രൂപ. 350. വേറെ മീനില്ല. ഇതാ ഇതാ ഇത് മുകളിൽ ആവൂലെന്ന് പറയും, കടലിൽ പൂലെന്ന് പറയും. 350 കഴിക്കണ്ടാണ്. 350 അടിപൊളി. 10 വിളിയില്ല ചേട്ടാ. 350 കൂട്ടണ്ട. 350 കൂട്ടണ്ട. 10 രൂപ വിളിയില്ല ഇവിടെ ചവിട്ടി. 350 കൂട്ടണ്ട. 350 കൂട്ടണ്ട. കൊടുക്കാൻ പോണു. വേറെ മീനില്ല, 5 ഇല്ല, വള്ളമില്ല. ചേട്ടാ എടുക്ക്. അവിടെ പൈസ വാങ്ങിക്കണം. കറുത്ത പൂലാവും. നമ്മൾ ഈ കണ്ടത് ജൂൺ 13-ാം തീയതി നമ്മുടെ വിഴിഞ്ഞം കടപ്പുറത്ത്. സമയം വൈകുന്നേരം 6 മണിയായേ. അപ്പോൾ ഈ കാണുന്ന ആൾക്കാരെല്ലാമേ ഇനി മീനൊക്കെ വരുമെന്ന് പറഞ്ഞിട്ട് വെയിറ്റ് ചെയ്യുന്ന ആൾക്കാരാണ് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ കണ്ട ലേലവിളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പയ്യന്മാർ ഇതാ ഈ കാണുന്നില്ലേ, ഈ വള്ളങ്ങളൊക്കെ കെട്ടിയിട്ടിരിക്കുന്നില്ലേ, ഇവിടെ അക്കടി എന്ന് പറയും കേട്ടോ. അതായത് ഈ വള്ളങ്ങൾ കെട്ടിയിട്ടിരിക്കുന്ന ആ ഒരു ഏരിയനെ പറയുന്നതാണ് അക്കടിയെന്ന്. അപ്പോൾ അവിടെ ഈ മാവ് അതുപോലെ ചെറിയ കുട്ടിച്ചൂരയൊക്കെ കൊണ്ടുപോയിട്ട് ഇവർ മീൻ പിടിച്ചുകൊണ്ട് വരുന്നതാണ്. അപ്പോൾ രാവിലെയൊക്കെ ഇവർ ഏകദേശം 2000 1500-നൊക്കെ മീനൊക്കെ ലേലം ചെയ്ത് കൊടുത്തതാണ്. പിടിച്ചുകൊണ്ട് വന്ന മീനിനെ ലേലം ചെയ്ത് കൊടുത്തതാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നതെന്ന് പറഞ്ഞാൽ ഇവർക്ക് കറക്റ്റ് സമയങ്ങളും കാര്യങ്ങളൊക്കെ അറിയാതെ വരുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇന്ന് ശനിയാഴ്ച ആയതുകൊണ്ട് ഏകദേശം വള്ളക്കാർ കരയ്ക്ക് വന്നു കഴിഞ്ഞ് അതുമാത്രമല്ല മീനൊക്കെ വളരെ കുറവായിരുന്നു കേട്ടോ. ചാളയൊക്കെ ആണ് പ്രധാനമായിട്ടും കുറച്ചുണ്ടായിരുന്നത്. പിന്നെ കുട്ടിച്ചൂര പണിക്ക് പോയിട്ടുള്ള നമ്മുടെ വിഴിഞ്ഞത്തെ വള്ളക്കാരായിരുന്നാലും ശരി തന്നെ, അതുപോലെ തമിഴ്നാട് വള്ളക്കാരായിരുന്നാലും ശരി തന്നെ മീനൊക്കെ വളരെ കുറവായിരുന്നു കേട്ടോ. സീസണിൻ്റെ ഒരു 13-ാം ദിവസം എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. മീനൊക്കെ വളരെ 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 കുറവ് തന്നെയാണ്. അപ്പോൾ ഇനി ഏതെങ്കിലും വള്ളങ്ങളൊക്കെ വരുമെന്ന് പറഞ്ഞിട്ട് വെയിറ്റ് ചെയ്യുന്ന ആൾക്കാരാണ്. ഇപ്പോൾ ഇനി നമ്മൾ പറയുന്നത്, ഇപ്പോൾ നമ്മുടെ കൂട്ടുകാർ വീഡിയോ കാണുന്നവർ പറയും ഇനി ഏതെങ്കിലും വള്ളം വരുമോ ഇല്ലയോ എന്ന്, നിങ്ങൾക്ക് ഇല്ലെങ്കിൽ വള്ളങ്ങൾ വരത്തില്ല എന്ന് നിങ്ങൾക്ക് അവരോട് പറഞ്ഞുകൂടെയോ എന്നൊക്കെ ചോദിക്കാനായിട്ട് സാധ്യത ഉണ്ട്. പക്ഷേ നമുക്ക് ഒരു കാരണവശാൽ അങ്ങനെ പറയാനായിട്ട് സാധിക്കത്തില്ല കേട്ടോ. ഏത് സൈഡിൽ നിന്ന് ഏത് വള്ളക്കാർ വരുമെന്ന് നമുക്ക് ഒരു കാരണവശാലും പറയാൻ പറ്റത്തില്ല. ചിലപ്പോൾ നമ്മുടെ വിഴിഞ്ഞം മൊയ്തീൻ പള്ളിയുടെ അവിടെ നിന്ന് ഏതെങ്കിലും വള്ളക്കാർ ചിലപ്പോൾ ചാടയുമായിട്ടോ ഇല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും മീൻ അയിലയുമായിട്ടൊക്കെ വരാനായിട്ട് സാധ്യത കൂടുതലാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പം നിങ്ങൾ നമ്മുടെ ഈ കടൽക്കര എന്നുള്ള ചാനലെ പ്രത്യേകിച്ച് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. വേറെ ചാനലൊക്കെ ഒരുപാട് വീഡിയോസൊക്കെ ചെയ്യുന്ന ചാനലൊക്കെ ഉണ്ട്. അവർ ഈ പഴയ വീഡിയോസൊക്കെ എടുത്താണ് പോസ്റ്റ് ചെയ്യുന്നത്. ഞാൻ ഇന്ന് വീഡിയോ ഒന്നും പോസ്റ്റ് ചെയ്തിട്ടില്ല. കാരണം എന്താണെന്ന് പറഞ്ഞാൽ വിഴിഞ്ഞം കടപ്പുറത്ത് മീൻ ഇല്ലാത്തത് കാരണം തന്നെയാണ് ഞാൻ വീഡിയോ ഒന്നും പോസ്റ്റ് ചെയ്യാത്തത്. ഈ കാണുന്ന ആൾക്കാരൊക്കെ കണ്ടല്ലോ നമ്മുടെ കൂട്ടുകാർ. ഈ വൈകുന്നേരം 6 മണി സമയവും ഇവർ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ആ കാണുന്നത് ഒരു കടത്തു വള്ളമാണ്. അതായത് ഇവരുടെ വള്ളങ്ങൾ കെട്ടിയിട്ടിരിക്കുന്ന വള്ളങ്ങൾ എടുക്കാനായിട്ടോ ഇല്ലെങ്കിൽ അതിലേതെങ്കിലും സാധനങ്ങളുണ്ടെങ്കിൽ അത് എടുക്കാനായിട്ടോ പോകുന്ന വള്ളക്കാരാണ് ഈ കാണുന്നത്. അപ്പോൾ ഏതെങ്കിലും ഒരു വള്ളം വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഈ നിൽക്കുന്ന ആൾക്കാരെല്ലാം അവരുടെ ആ പരിസരത്തിലോട്ട് പോകും. അപ്പോൾ എനിക്ക് 100% പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഇനി വള്ളങ്ങളൊക്കെ വരാനായിട്ട് സാധ്യതയില്ല. ഓക്കെ, അപ്പോൾ ഏതായാലും നമ്മുടെ വീഡിയോ ഒക്കെ നിങ്ങൾ തുടർന്ന് കാണുക. നമ്മൾ മീനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ വീഡിയോ ചെയ്യുന്നതാണ്. മീനില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ കയറി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും മീനില്ല, ഇന്നത്തെ അവസ്ഥയിൽ മീനില്ല എന്ന് നിങ്ങൾ വിചാരിച്ചാൽ മതി. ഓക്കെ, എല്ലാവർക്കും നന്ദി, നമസ്കാരം.